റിസ്റ്റ് സൈസ്. ഓക്കെ, നമുക്ക് നമ്മുടെ റിസ്റ്റ് സൈസ് കൂട്ടാൻ പറ്റുമോ? നമ്മുടെ റിസ്റ്റ് സൈസ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യപ്പെടുന്നത്? ആൻഡ് നമുക്ക് എന്തൊക്കെ ചെയ്താൽ ഇത് കൂട്ടാൻ പറ്റിയതിൽ കൂട്ടാം, നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ അനുയോജ്യമായ ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം എൻ്റെ ഇടയ്ക്ക് റിസ്റ്റ് എന്ന് വെച്ചാൽ വളരെയധികം സ്മോളാണ്. വളരെ കാലം മുമ്പ് തൊട്ട് തന്നെ എനിക്ക് വളരെയധികം ഇൻസെക്യൂരിറ്റി എൻ്റെ റിസ്റ്റിനെ കൊണ്ടുണ്ടായിരുന്നു. ഫോർ കമ്മിങ് ഇൻ ടു പെർസ്പെക്റ്റീവ്, എൻ്റെ റിസ്റ്റ് എന്ന് വെച്ചാൽ വളരെ ചെറുതായിരുന്നു. എനിക്ക് വാച്ച് കെട്ടാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം എൻ്റെ ഏത് രീതിയിലുള്ള വാച്ച് കിട്ടിയാലും വളരെ ലൂസായിട്ട് റിസ്റ്റ് കിടക്കും, കാണാൻ രസം ഉണ്ടാവില്ല. ആൻഡ് അതുപോലെ തന്നെ നമ്മളൊരു പെമ്പിള്ളേരുടെ റിസ്റ്റ് വെച്ച് കമ്പയർ ചെയ്താൽ പോലും അതിലും ചെറുതായിട്ടുണ്ടായിരുന്ന ഒരു റിസ്റ്റാണ് എൻ്റെ. ഇപ്പോഴും അതേ ഒരു സൈസ് തന്നെയാണുള്ളത്. അപ്പോൾ എൻ്റെ ഈ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഞാൻ ഒരുപാട് കാലം കൈക്ക് ഫുള്ള് ചരട് അതുപോലെയുള്ള ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് നടക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഇന്ന് ഞാൻ ആ ഒരു ഇൻസെക്യൂരിറ്റി ഓവർകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസ്റ്റ് സൈസ് കൂട്ടാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് ഈ ഒരു വാക്കുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരം ഏകദേശം കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. എന്നാൽ നമുക്ക് ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. ഞാൻ അത്രത്തോളം റിസർച്ച് ചെയ്തിട്ടുണ്ട്, അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അതൊക്കെ നിങ്ങളോടും ഷെയർ ചെയ്യാം. അപ്പോൾ റിസ്റ്റ് സൈസിനെ കുറിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യണമെന്ന് ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു കമൻറ്റ് എനിക്ക് വരുന്നത്. സോ ഞാൻ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത് നമ്മുടെ റിസ്റ്റ് സൈസ്, നമ്മുടെ ബോൺസിൻ്റെ സൈസ് ആൻഡ് നമ്മുടെ ബോൺ സ്ട്രക്ചർ ഓവറോളായിട്ട് നോക്കിയാൽ ഇതിനെ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മുടെ ജെനറ്റിക്സ് ആണ്. അതായത് നിങ്ങളുടെ അച്ഛൻ, അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാർ എങ്ങനെയാണ് അവരുടെ ഏകദേശം സ്ട്രക്ചർ വരുന്നത്, ചിലപ്പോൾ അതുപോലെ ആയിരിക്കാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും ചെയ്യാനില്ല. ഇനി പ്രോബബ്ലി ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള രണ്ടാമത്തെയും മൂന്നാമത്തെയും കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളുടെ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സാണ്. ആൻഡ് മൂന്നാമത്തെ ഫാക്ടർ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഡയറ്റാണ്. എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറുപ്പം മുതലേ വളരെയധികം ആക്റ്റീവായിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ മസ്കുലർ സിസ്റ്റം അതുപോലെ സ്കെൽറ്റൽ സിസ്റ്റം എന്നിവയൊക്കെ നല്ല രീതിയിൽ ലോഡ് ചെറുപ്പം മുതലേ വന്നിട്ടുണ്ടാകും. സോ ആ ഒരു രീതിയിലുള്ള ലോഡ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോൺസ് അതിനനുസരിച്ച് അഡാപ്റ്റായി മേ ബി കുറച്ചൊരു നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്ത് നല്ല ഒരു ഗ്രോത്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതേസമയം നിങ്ങൾ എന്നെപ്പോലെ ഒരു മടിയനായിട്ട് എപ്പോഴും മാറിയിരിക്കുന്ന ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഫിസിക്കലി തീരെ ഫിറ്റ് അല്ല, ഫിസിക്കലി തീരെ ആക്റ്റീവ് അല്ലാത്ത ഒരാളായിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അത്രയും ഡോർമെൻ്റ് ആയിട്ടുള്ള ഒരു ബോൺ സ്ട്രക്ചർ അല്ലെങ്കിൽ മസ്കുലർ സിസ്റ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി അടുത്തതിനെ കുറിച്ച് നോക്കാം. നമ്മുടെ ജനറ്റിക് ഫാക്ടേഴ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്ന ഒരു ഘടകമാണ് നമ്മുടെ ഫുഡ്. അതായത് നമ്മുടെ പ്യൂബർട്ടി സ്റ്റേജ് വരെ എത്രത്തോളം നല്ല ഫുഡ്, നല്ല രീതിയിൽ പ്രോട്ടീനുള്ള ഫുഡ്, ബാക്കിയുള്ള ന്യൂട്രിയൻസ് ഇതൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ ബോഡി നമുക്ക് തരും. ആക്ച്വലി ഈ ഒരു ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രോത്തിന് വളരെയധികം ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഫേസ് ആണ്. ഈ ഒരു ഫേസിൽ നിങ്ങൾക്ക് നല്ല ന്യൂട്രിയൻസ് കിട്ടാത്തത് നിങ്ങളുടെ മസ്കുലർ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ ഓവറോൾ മസ്കുലർ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇത് ഞാൻ നോക്കുമ്പം ഞാൻ വളരെയധികം അണ്ടർ ഈറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഈവൻ കാർബ് തന്നെ കഴിക്കുന്നത്. സോ ഒരുപക്ഷെ ഞാൻ ഒരു 90% ടൈമും കലോറിക് ഡെഫിസിറ്റ് ആ ഒരു കണ്ടീഷനിലാണ് പ്യൂബർട്ടി എൻ്റെ എത്തിയത്. അതിനുശേഷമാണ് ഞാൻ ഈ ഡയറ്റ്, ന്യൂട്രീഷൻ അതുപോലെ തന്നെ വർക്കൗട്ടിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവയൊക്കെ പറഞ്ഞിട്ട് ഓവറോളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ റിസ്റ്റ് സൈസ് അല്ലെങ്കിൽ മസ്കുലർ സ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഏകദേശം ഒരു 70% നിങ്ങളുടെ ജെനറ്റിക്സിനെ ബേസ് ചെയ്തിട്ടാണ്. ആൻഡ് ഒരു 20% നമുക്ക് ഡയറ്റ് എന്ന് പറയാം. ഒരു 10% ഈ എൻവയറമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. ഞാൻ പറഞ്ഞ ഈ നമ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കയ്യിൽ യാതൊരുവിധ തെളിവുകളും അല്ലെങ്കിൽ സ്റ്റഡീസ് ഒന്നുമില്ല. എന്നാലും എനിക്ക് തോന്നുന്ന രീതിയിൽ എന്തായാലും ജെനറ്റിക്സ് ആണ് ഏറ്റവും മേജറായിട്ടുള്ള ഒരു കോമ്പണൻറ്റ്. ഒരുപക്ഷെ സെക്കൻഡ് കോമ്പണൻറ്റ് ഫുഡ്, അതുപോലെ തന്നെ തേർഡ് കോമ്പണൻറ്റ് നമ്മുടെ എൻവയറമെൻറ്റൽ ഫാക്ടർ ആയിരിക്കും എന്ന് നമുക്ക് അസ്യൂം ചെയ്യുന്നതാണ്.